ഏറെ ദൂരം ചെന്നിട്ടും തൻ്റെ കരങ്ങൾ പ്രണവിടാത്തത് കണ്ടതും വൈശു അവൻ്റെ കരങ്ങൾ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു, ഡോ പ്രണവേട്ട, നിങ്ങളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞൊരു മണിക്കൂർ കൊണ്ട് ഈ കടൽക്കരയിൽ കൂടെ നടത്തുവായെന്നെ. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കടലിൻ്റെ ഇങ്ങേയറ്റത്ത് വന്നെന്നാ. ഡി പൊട്ടി, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതേ രുദ്രയ്ക്കും നിൻ്റെ ഏട്ടനൊരു പ്രൈവസി കിട്ടട്ടെ എന്ന് കരുതിയാണ്. അതിനെന്നെ ഇത്രയും ദൂരം നടത്തിക്കണമായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വല്ല ഐസ്ക്രീം ഷോപ്പിലും കയറി ഇരിക്കാമായിരുന്നില്ലേ? അതാവുമ്പോൾ എൻ്റെ വിശപ്പ് മാറും, ഏട്ടനും ഏട്ടത്തേക്കും പ്രൈവസിയും കിട്ടുമായിരുന്നു. ഏതു നേരവും തീറ്റ എന്നല്ലാതെ വേറെ ചിന്തയില്ല പെണ്ണെ നിനക്ക്. അതെ, കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇത്രയും ദൂരം എന്നെ നടത്തിച്ചുകൊണ്ട് വന്നതിന് പകരമായി ഞാൻ പറയുന്നതൊക്കെ കേട്ടോണം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ തിരിച്ചുപോയി എല്ലാം കുളമാക്കും, പറഞ്ഞേക്കാം. പ്രണവ് അവളെ നോക്കി പല്ല് കടിച്ചു. അവൾ അവനെ നോക്കുന്നത് കണ്ടതും വേഗം ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, അതിനല്ല നിന്റെ പ്രണവേട്ടൻ ഇവിടെ ഉള്ളത്. നീ ഒന്ന് മൂളിയാൽ മതി, അതെന്തായാലും ഞാൻ നടത്തിയെന്നിരിക്കും പോരെ. പിന്നെ അങ്ങോട്ട് അവിടെ കാണുന്ന ഓരോ കടയിലേക്ക് നോക്കിക്കൊണ്ട് വൈശു പറയുമ്പോഴും പ്രണവിതിലും വലുതെന്തോ വരാനിരുന്നത് ഇങ്ങനെ വന്നെന്നുള്ള രീതിയിൽ അവളെ നോക്കിക്കൊണ്ട് അതെല്ലാം മേടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. സത്യമാണോ ഏട്ടാ? അവൻ സമ്മതിച്ചോ നാട്ടിലേക്ക് വരാന്ന്? ഞാൻ പറഞ്ഞതല്ലേ വിജയല്ല ഈ രാഘവേന്ദ്ര എന്ന്. ഞാനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. എനിക്കിപ്പോഴാണ് മനസ്സിന് ശരിക്കും ആശ്വാസമായത്. അവൻ വരട്ടെ, വന്നിട്ട് വേണം എല്ലാവർക്കും ഉള്ള മറുപടിയും കൊടുക്കാൻ. തൽക്കാലം ഞങ്ങൾ വരുന്നത് വരെ ഒന്നും മിണ്ടാൻ പോകണ്ട. എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് നിന്നാൽ മതി. ബാക്കിയൊക്കെ ഞാനും വരുണും നാട്ടിൽ വന്നിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്യാം, പോരെ? പക്ഷേ ഇവിടെ ഓരോ ദിവസം കഴിയും തോറും കൺമുന്നിൽ കാണുന്നതൊക്കെ കണ്ടിട്ടും കാണാതെ നടിക്കുന്നത് തന്നെ ഏട്ടൻ പറഞ്ഞ് ഈ ഒറ്റ വാക്കില്ല. എങ്കിലും ചില നേരം കൈവിട്ടു പോകും. ആ നേരം റൂം അടച്ചിരിക്കും. അതാവുമ്പോൾ ഒന്നും തന്നെ കാണുകയോ കേൾക്കുകയോ വേണ്ടല്ലോ. നീ ധൈര്യമായിരിക്കും. ഇനി അധിക നാളെല്ലാം വെട്ടിപ്പിടിച്ചതുപോലെ കൈക്കുള്ളിലാക്കി നിർത്താൻ അവനെ സമ്മതിക്കില്ല. എൻ്റെ മനസ്സിൽ പല കണക്ക് കൂട്ടലുകളുമുണ്ട്. അത്രയും പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ രണ്ടുപേരുടെയും മനസ്സിലും നിറഞ്ഞു നിന്നത് വരെ ഒരു കാര്യം, ഭദ്രയിൽ നിന്നും എല്ലാം എന്നേക്കുമായി വെട്ടിപ്പിടിക്കുക എന്ന്. കടൽ തീരത്തുനിന്ന് കുറച്ചു മാറി ഒരിടത്ത് സിമൻറ്റ് കട്ട കൊണ്ട് കെട്ടിയ കൈവരിയിലായി അവർ ഇരുന്നു. ഒരുപാട് നേരമായി വിജിത്തും പ്രിയങ്കയുമായി ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്നാൽ ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. സമയം ശരവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. വന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവർക്കിടയിൽ മൗനത്തിൻ്റെ കണികകൾ മാത്രം അവശേഷിച്ചു നിന്നു. ആ മൗനത്തിന് വിരാമം എന്ന വണ്ണം പ്രിയങ്ക തന്നെ പറഞ്ഞു, അവരെല്ലാം നമ്മളെ തിരക്കുന്നുണ്ടാവും, പോയാലോ? പോകാം. അതിനു മുൻപ് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അത്രയും പറഞ്ഞ് വിജിത്ത് എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഹിരണ്യയോടുണ്ടായിരുന്നത് ആത്മാർത്ഥ പ്രണയമായിരുന്നു. അവളിൽ നിന്നും അവളുടെ ഫാമിലി ഒരുപാട് കഷ്ടത്തിലാണെന്ന് കേട്ടതും അവൾക്കും അവളുടെ വീട്ടുകാർക്കും എന്നും താങ്ങായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അവളോടുണ്ടായിരുന്നത് പോലെ ആത്മാർത്ഥത പ്രണയമായിരുന്നില്ല. അവൾക്കെന്നും അവളിലൂടെ ശരിക്കും ഞാൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയി. ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ ഒരുങ്ങിയതാ. പക്ഷേ ഞാൻ ആരെ അളവറ്റ് സ്നേഹിച്ചു, അവൾ തന്നെ എൻ്റെ കാലനായി അവതരിച്ചു മുന്നിലെത്തി. എന്നാൽ ഇന്ന് ഈ ജീവൻ പോലും എനിക്ക് ദാനമായി കിട്ടിയത് എൻ്റെ ഏട്ടത്തിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതിനെന്നും ഞാൻ കടപ്പെട്ടിരിക്കും. ഞാൻ കാരണം ഏട്ടനും അമ്മയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനിയും ഞാൻ കാരണം ആരും സങ്കടപ്പെടാതിരിക്കാനാണ് നിന്റെ സ്നേഹം പോലും കണ്ടില്ലെന്ന് നടിച്ചൊഴിഞ്ഞു മാറിയത്. പക്ഷേ ഇനിയും എനിക്ക് അതിനാവുമെന്ന് തോന്നുന്നില്ല. വിജിത്ത് അത്രയും പറഞ്ഞ് തിരിഞ്ഞ് അവളെ നോക്കുമ്പോൾ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു. ഇന്നലെ പ്രണവേട്ടൻ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് നിന്നെപ്പറ്റി പറയാനായിരുന്നു. നീ പറയാതെ തന്നെ നിനക്ക് എന്നോടുള്ള ഇഷ്ടം പ്രണവേട്ടൻ അറിഞ്ഞിരുന്നു. പ്രണവേട്ടൻ്റെയും ഭദ്രയേട്ടൻ്റെയും ആഗ്രഹമായിരുന്നു നമ്മൾ ഒരുമിക്കണമെന്നത്. കേട്ടത് വിശ്വാസം വരാതെ അവൾ വിജിത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. സത്യമാണോ ഇപ്പോൾ പറഞ്ഞത്? ഏട്ടന്മാർക്കെല്ലാം അറിയായിരുന്നു. എന്നിട്ടെന്തേ എന്നോട് പ്രണവേട്ടൻ ഇതേപ്പറ്റി ചോദിക്കാതിരുന്നേ? അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി പറഞ്ഞു. നീയായി പറയട്ടെ എന്ന് കരുതി പ്രണവേട്ടൻ ഒന്നേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ, നിന്നെ ഇനിയും സങ്കടപ്പെടുത്തരുതെന്ന്. അത്രയും പറഞ്ഞ് അവളുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു അറിയാതെയോ ആയാൽ പോലും എന്നെ ഓർത്ത് ഇക്കാലം അത്രയും നീ ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാരണമായിരുന്നില്ലേ? അതിനെ ഒരിക്കലും മാച്ചു കളയാനാവില്ലെന്നും അറിയാം. പക്ഷെ നീ എന്നെ ഓർത്ത് കരഞ്ഞു ഓരോ തുള്ളി കണ്ണുനീരും പകരമായി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കും, എൻ്റെ ജീവനേക്കാളേറെ. അത്രയും പറഞ്ഞ് അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ട് ഇറുക്കെ പുണരുമ്പോൾ അവളും അവനെ ഇറുക്കെ ഫലമായി തന്നെ പുണരുന്നിരുന്നു.
സമയം 4 കഴിഞ്ഞിരുന്നു. ബദ്രി ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് അവളെ നോക്കി. എന്നിട്ട് ചോദിച്ചു, തനിക്ക് വിശക്കുന്നില്ലേ? ബദ്രി അത് ചോദിക്കുമ്പോൾ അവനെ നോക്കി. ഇല്ലെന്ന് കണ്ണുകൾ ചിമ്മി കാണിച്ചു അവൾ. ബദ്രി അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഒപ്പം രുദ്രയും എഴുന്നേറ്റിരുന്നു. താൻ വാ, അവരെ കൂടെ നോക്കിയിട്ട് വല്ലതും കഴിക്കാൻ കയറാം. അത്രയും പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നതിനു പിന്നാലെ മൂളിക്കൊണ്ട് അവളും നടന്നു. ഏറെ ദൂരം അവർ അവരെ അന്വേഷിച്ച് നോക്കിയെങ്കിലും കണ്ടിരുന്നില്ല. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ രുദ്രയ്ക്ക് തളർച്ച തോന്നി. ബദ്രി പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരടി നടക്കാൻ പറ്റാതെ ഇടുപ്പിൽ കൈകുത്തി നിൽക്കുന്ന രുദ്രയെയാണ് കണ്ടത്. അവൻ അവൾക്കടുത്തേക്കായി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, എന്താ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ തനിക്ക്? ഇല്ല സാർ, നടന്നു, ഞാൻ വന്നോളാം. ബദ്രി അവളെ ഒന്നുകൂടെ നോക്കിയ ശേഷം മുന്നിലേക്ക് നടന്നു. എന്നാൽ രുദ്രയ്ക്ക് കുറച്ചു ദൂരം ചെന്നതും കാലുകൾ കുഴഞ്ഞു കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ തോന്നി. അവൾ വേഗം നിലത്തേക്ക് പതിച്ചു. മുന്നിൽ നിൽക്കുന്നവരെല്ലാം തൻ്റെ പിന്നിലേക്ക് വെപ്രാളത്തോടെ നോക്കുന്നത് കണ്ടതും ബദ്രി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ബോധം മറഞ്ഞു കിടക്കുന്ന രുദ്രയെ കണ്ടതും അവൻ വേഗം അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്ന് മുട്ടുകുത്തിയിരുന്ന ശേഷം അവളുടെ കവളിൽ തട്ടി വിളിച്ചു. എന്നാൽ അവളിൽ നിന്നും യാതൊരു പ്രതികരണവുമില്ലെന്ന് കണ്ടതും ബദ്രി തൻ്റെ ഇരു കൈകളിലുമായി അവളെ തൂക്കിയെടുത്തുകൊണ്ട് മുന്നിലേക്ക് വേഗം നടന്നു. കാറിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് അവളെ അവിടെ സീറ്റിലേക്ക് ചേർത്ത് കിടത്തിയ ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ട് നൽകിക്കൊണ്ട് അവൻ വേഗം പോയി കോ ഡ്രൈവിംഗ് സീറ്റിലും കയറിയിരുന്നു. വണ്ടിയിൽ കിടന്ന വെള്ളത്തിൻ്റെ ബോട്ടിൽ തുറന്നെടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചു. എന്നാൽ അവൾ കണ്ണു തുറന്നില്ല. അവൻ വീണ്ടും 1-2 തവണ കൂടെ വെള്ളം തെളിച്ചതും അവൾ കണ്ണു തുറന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പം എന്തേലും കുഴപ്പം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റൽ പോവണോ? രുദ്രയെ നോക്കി വെപ്രാളത്തോട് ചോദിക്കുന്ന ബദ്രിയെ അവളൊന്ന് നോക്കി. അതിനുശേഷം അവൾ മെല്ലെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു, വെള്ളം. കയ്യിലിരുന്ന ബോട്ടിൽ അവൾക്ക് നേരെ നീട്ടിയതും അവൾ ആർത്തിയോടെ അതെല്ലാം കുടിച്ചു തീർത്തു. കുറച്ചു നേരം കഴിഞ്ഞ് ശ്വാസഗതി നേരെയായതും അവൾ അവനെ നോക്കി പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലേക്കൊക്കെ പോകാം. അതിനു മുൻപ് ഞാൻ ചോദിക്കുന്നതിനുള്ള ആൻസർ നീ തരണം. എന്നിട്ട് തീരുമാനിക്കാം വീട്ടിൽ പോകണോ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ എന്ന്. അവൾ അവനെ നോക്കി എന്തെന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചു. നീ രാവിലെ എന്താ കഴിച്ചേ? രുദ്ര ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു. ചോദിച്ചത് കേട്ടില്ല നീ. രാവിലെ എന്താ കഴിച്ചെന്ന്? ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിക്കാതെ ആയിരുന്നു ഊര് ചുറ്റാൻ ഇറങ്ങിയത് നീയൊക്കെ. ഞങ്ങളാരും വരാതെ നിങ്ങൾ മാത്രം ഉള്ളപ്പോൾ ആയിരുന്നു നിനക്കിത് പറ്റിയതെങ്കിൽ ആര് വരുമായിരുന്നു നിന്നെ കൊണ്ടുപോകാൻ? ആരും വരണ്ട. അല്ലെങ്കിൽ തന്നെ എനിക്ക് വല്ലതും പറ്റിയാൽ തന്നെ സാറിനെന്താ? എന്നായാലും ഞാൻ പോകാനുള്ളതല്ലേ സാറിൻ്റെ ലൈഫിൽ നിന്നും. അപ്പോൾ പിന്നെ എനിക്കെന്ത് സംഭവിച്ചാലും അത് സാറിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി വല്ലതും പറഞ്ഞ നിന്റെ അവസ്ഥ പോലും നോക്കാതെ കാരണം നോക്കി തന്നെന്നിരിക്കും. പറഞ്ഞേക്കാം ഞാൻ. അത്രയും പറഞ്ഞ് ബദ്രി വണ്ടി മുന്നിലേക്ക് എടുക്കാനാഞ്ഞതും രുദ്ര പറഞ്ഞു, അവരൊന്നും വന്നില്ല, വന്നിട്ട് പോയാൽ മതി. അവർ വന്നോളും. അത്രയും പറഞ്ഞ് അവളെ നോക്കാതെ കാറ് മുന്നിലേക്ക് എടുത്തു. വൈശു അവളുടെ അടിമയെ പോലെ ഇട്ട് നെട്ടോട്ടം ഓടിക്കുകയായിരുന്നു പ്രണവിനെ. ഇടയ്ക്കിടെ വൈശുവിനെ ചവിട്ടിക്കൂട്ടാൻ തോന്നിയെങ്കിലും അവൻ്റെ ഭദ്രയ്ക്കും രുദ്രയ്ക്കും വേണ്ടി എല്ലാം സഹിച്ചു. പ്രണവേട്ട. ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വരുന്ന വിചിത്രയും പ്രിയങ്കയും കണ്ടതും മരുഭൂമിയിൽ മഞ്ഞുകട്ട വീണ അനുഭൂതിയായിരുന്നു അവന്. നിനക്കൊക്കെ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ലേ? ഈ മരുത എന്നെക്കൊണ്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചും ചെയ്യിപ്പിച്ചും കൂട്ടിയെന്നറിയുമോ? ഇവളുടെ വേലക്കാരനാണോടാ ഞാൻ? അവർക്ക് പോലും ഇത്രയ്ക്ക് കഷ്ടപ്പാട് കാണില്ല. മരുത നിങ്ങളുടെ പെണ്ണും പിള്ള കയ്യിലിരുന്ന ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പറഞ്ഞു. ഇതും കൂട്ടി 55ാമത്തെ ഐസ്ക്രീമാണ് ഈ തെണ്ടി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് തിന്നുന്നത്. ഞാൻ മേടിച്ചു കൊടുക്കുമ്പോൾ ഏട്ടൻ കഴിച്ചില്ലല്ലോ, ഇന്നാ കഴിച്ചോ എന്ന് പറഞ്ഞ് ഒരെണ്ണം തന്നോ ഇവള്? ഇല്ല. ഇങ്ങോട്ട് വന്നപ്പോൾ വീർത്തിരുന്നെൻ്റെ പേഴ്സിപ്പോൾ ഇവളൊറ്റ നിമിഷം കൊണ്ട് കാലിയാക്കി. ഇവളെ കെട്ടുന്നവൻ്റെ കഷ്ടകാലം എന്ന് വേണം പറയാൻ. ഇവളെ തീറ്റിപ്പോറ്റാൻ മാത്രം അവനൊരു ലോൺ തന്നെ എടുക്കേണ്ടി വരും. ബീപ്പക്കുറ്റി നിൽക്കുന്ന കണ്ടില്ലേ ഉരുണ്ട കവിളും വീർപ്പിച്ച്. പ്രണവ് വൈശുവിനെ നോക്കി അത് പറയുമ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി. അല്ല, ഏട്ടനോ ഏട്ടത്തിയോ എവിടെ? നിങ്ങളുടെ വഴക്കിനിടയിൽ അവരെ മറന്നു. നമ്മൾ ആദ്യം നിന്നിടത്തില്ലേ അവർ? ഇല്ല, അവിടെ കാണാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി രണ്ടും കൂടി എങ്ങോട്ടെങ്കിലും പോയോ? എന്തായാലും നോക്കാം. ഇവിടെ തന്നെ എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ നമ്മളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അത്രയും മുന്നിലേക്ക് എല്ലാവരും കൂടെ നടക്കാനാഞ്ഞതും പ്രണവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. പറഞ്ഞു നാക്കെടുത്തില്ല. അതിനു മുൻപേ വിളി വന്നു. ഫോണിൽ തെളിഞ്ഞ ഭദ്ര എന്ന പേരെല്ലാവരെയും കാണിച്ച് കോളെടുത്ത് ചെവിയോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. മറുവശത്ത് നിന്നും കേട്ടതെല്ലാം ഒരു ചിരിയോടെ കേട്ട ശേഷം അവൻ ഫോൺ വെച്ചു. ഏട്ടനും ഏട്ടത്തിയും എവിടെന്നാ പറഞ്ഞേ? നമ്മളോട് വീട്ടിലോട്ട് ചെല്ലാൻ. അവർ അങ്ങ് വന്നോളാന്ന്. ഏട്ടനും ഏട്ടത്തിയും കൊണ്ടപ്പോൾ എങ്ങോട്ടാ പോയേ?
മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതാ പ്രണവേട്ട. എടാ, രുദ്ര തലചുറ്റിയൊന്ന് വീണു. ഫുഡ് കഴിക്കാതിരുന്നില്ലേ അങ്ങനെ. ഇപ്പോൾ അവനൊപ്പമുണ്ടവൾ. കൂടുതലൊന്നും പറഞ്ഞില്ല. അവർ വന്നോളാം, നമ്മൾ അവരെ നോക്കി നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവൻ കൂടെയില്ലേ, അതുകൊണ്ട് അവൾക്കൊന്നും വരില്ല. അഥവാ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവൻ നോക്കിക്കോളും. രുദ്രയെയും കൊണ്ട് ബദ്രി നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. രുദ്രയെ അവൻ്റെ ഓപ്പോസിറ്റായി ഇരുത്തിയ ശേഷം അവനും ഇരുന്നു. കഴിക്കാൻ എന്തേ വേണ്ട നിനക്ക്? എനിക്കൊന്നും വേണ്ട, വീട്ടിൽ പോയാൽ മതി. ദേ, ഇത് റെസ്റ്റോറൻ്റ് ആണെന്ന് നോക്കില്ല. അറിയാലോ എന്നെ, എൻ്റെ സ്വഭാവം. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കഴിക്കുന്നതാവും നിൻ്റെ നല്ലത്. കേട്ടോ പറഞ്ഞത്? കേട്ടു. എങ്കിൽ പറ, എന്താ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ബദ്രി അവിടേക്ക് വന്ന് സെർവൻറ്റ് ബോയിയോട് പറഞ്ഞു, 2 ചിക്കൻ ബിരിയാണി, 2 ഐസ്ക്രീം, പിന്നെ 2 ജ്യൂസ്. ബാക്കി എന്ത് വേണമെന്ന് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. രുദ്ര ബദ്രിയെ നോക്കി പറഞ്ഞു, എനിക്ക് ജ്യൂസ് മാത്രം മതിയായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടാൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. കുറച്ച് നേരം കഴിഞ്ഞതും ഓർഡർ ചെയ്തതെല്ലാം വന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടേ നീയും ഞാനും ഇവിടെ നിന്ന് പോകുന്നുള്ളൂ, കേട്ടല്ലോ? എങ്കിൽ കഴിക്ക്. ബദ്രി കഴിച്ചു തുടങ്ങിയിട്ടും നേരെ ഫുഡ് കഴിക്കാതെ അതിൽ തന്നെ കുത്തിയിരിക്കുന്ന രുദ്രയെ കണ്ടതും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു, നിന്നോടല്ലടി പൊന്ന മോളെ പറഞ്ഞ് മര്യാദക്കിരുന്ന് ഇതെല്ലാം കഴിക്കാം. മര്യാദയ്ക്ക് നീ കഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിന്റെ അണ്ണാക്കിലേക്ക് ഞാൻ തന്നെ കുത്തിക്കയറ്റും. അത് വേണോ? അവൾ വേണ്ടെന്ന് തലയാട്ടി. എങ്കിൽ പിന്നെ എന്താലോചിച്ചിരിക്കുവാടി നീ? അതൊരലർച്ച പോലെ ആയിരുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ രുദ്ര സ്പീഡിൽ കഴിക്കാൻ തുടങ്ങി. അത് കണ്ടതും ബദ്രിയുടെ ചുണ്ടിൽ ഒരു ചിരി പടർന്നു. ആദ്യമായി അവൾക്ക് വേണ്ടി അവൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞ പുഞ്ചിരി.